ഫോൺ ടേബിളിലേക്ക് വെച്ച് ബെഡ് ലാമ്പ് ഓൺ ചെയ്തും ഓഫ് ചെയ്തും ഇരുന്നു. ആലോചനയോടെ കണ്ണുകൾ അടച്ചു. വേണിക്കുട്ടി, എന്താടോ, എന്തു പറ്റി? അവൻ്റെ ചോദ്യം. വേണി കണ്ണുകൾ വലിച്ചു തുറന്നു. ആ ചേട്ടൻ പ്രവീൺ, ബാക്കി രണ്ടുപേരും മോളെന്നാ വിളിച്ചത്. ആ ഒരാൾ മാത്രം. നിതിൻ ചേട്ടൻ വരുൺ ചേട്ടനെ ചേർത്ത് പിടിച്ച് അച്ഛനോട് പറഞ്ഞു ഞാൻ അവർക്ക് പെങ്ങളാണെന്ന്. ആ സമയത്ത് ഈ ഒരാൾ ഒഴിഞ്ഞു മാറി. എന്താ അതിനർത്ഥം? അപ്പോൾ ആൾ അത് തന്നെ. മനസ്സിലൂടെ അവൻ്റെ നോട്ടവും പ്രവൃത്തികളും ഒരു മിന്നായം പോലെ കടന്നുപോയി. എടാ കള്ള, എന്നോടാ നിന്റെ കളി പ്രവീൺ. ചുണ്ടിൽ ചിരി നിറയുമ്പോൾ ഹൃദയം ആ പേരിൽ കുടുങ്ങിക്കിടന്നു. മാഷ് പാട്ട് പാടും അല്ലേ? രാവിലെ ചാരി കസേരയിലിരുന്ന് പത്രം വായിക്കുന്ന മാഷിനെ നോക്കി നിതിൻ ചോദിച്ചു. ആ പാടും, വേണി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഏയ് അല്ല, ഇന്ന് രാവിലെ നല്ല പാട്ട് കേട്ടാ ഞങ്ങൾ ഉണർന്നത്. എഴുന്നേറ്റ് ജനാല തുറന്നപ്പോൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നുണ്ട്. പാട്ടും കുളിയും നല്ല വൈബായിരിക്കും അല്ലേ മാഷേ? ഹാ, അത് ചെറുപ്പം മുതലുള്ള ശീലാണ് മക്കളെ. വയസ്സായി ഈ വെളുപ്പാൻ കാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. മധുര 18 വിചാരം. 3 കപ്പ് ചായയുമായി ഉമ്മറത്തേക്ക് വന്ന് അമ്മ പറയുമ്പോൾ അവർ ചിരിച്ചു. അങ്ങനെ പറയരുതമ്മ, ഞങ്ങളുടെ മാഷിന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ഹീസ് യങ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക മക്കളെ. റിട്ടയർഡായി എന്ന് വെച്ച് എന്നെ വയസ്സിനാക്കുവാ ഇവൾ. മാഷിന് ചേരുന്ന മക്കൾ തന്നെ. വന്നതും ഇവിടെ ഉള്ളതും എല്ലാം കണക്കാ. വനജ ചിരിയോടെ പറഞ്ഞ് അകത്തേക്ക് നടന്നു. മാഷെ, വരുൺ പതിയെ വിളിച്ചു. എന്താണ് കാര്യം പറയൂ. മാഷ് 3 പേരെയും മാറി മാറി നോക്കി. എന്നാ ഞങ്ങളും അങ്ങനെയൊന്ന് കുളിച്ചു നോക്കട്ടെ. അത് വേണോ മക്കളെ? കിണറ്റിന് നല്ല ആഴമുണ്ട്. വെള്ളം കോരി ശീലമില്ലാത്തതല്ലേ. പിന്നെ കുളമുണ്ട്. നീന്തൽ അറിയാമെങ്കിൽ അതിൽ കുളിച്ചോ. നീന്തൽ അറിയാം, എന്നാലും ആദ്യം കിണറ്റിൻ കരയിൽ, പിന്നെ കുളം. സിറ്റിയിൽ ഇങ്ങനെ കിണറോ നല്ല തണുത്ത വെള്ളമോ ഇല്ല. സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് കുളം അത്ര പോരാ. 3ൻ്റെയും നിഷ്കളങ്കമായ ഭാവം. ശരി, ആഗ്രഹമല്ലേ, നടക്കട്ടെ. ബാത്റൂം അടുത്ത് തന്നെ ഉണ്ട്. വെള്ളം കോരി അതിനകത്ത് വെച്ച് കുളിച്ചോ. ഓ ശരി മാഷേ. 3ഉം കിണറ്റിൻ കരയിലേക്ക് ഓടി. ഇതെന്ത് കുട്ടികളാണോ എന്തോ. ഹോ, ഇതെന്താ ഈ ശബ്ദം? ഉറങ്ങാനും സമ്മതിക്കില്ലേ നാശം. വേണി ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റു. ഇതിന് 3നും ഇത്രയ്ക്ക് ചിരിക്കാനിപ്പോ എന്താ ഉള്ളേ? അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. 2 വശത്തായി കിടക്കുന്നവരെ നോക്കി. ശബ്ദമുണ്ടാക്കാതെ ജനൽ ഭാഗത്തേക്ക് നടന്നു. ഒരു പാളി ജനാല തുറന്നിട്ടു. ഓ, വെള്ളം കോരുവാണോ സാറന്മാര്? കണ്ണുകൾ അവനിലുടക്കുമ്പോൾ ഹൃദയമൊന്ന് തുള്ളി കുതിച്ചു. സൂപ്പർ. ആലോചനയോടെ നിന്നു. വേണി ആരാന്ന് ഇന്ന് പ്രവീൺ അറിയും. എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? ധൃതിയിൽ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. പെട്ടെന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് താഴേക്ക് നടന്നു. മോളിത് എവിടെ പോവാം? വീടിൻ്റെ സൈഡിലേക്ക് നടക്കുന്ന വേണിയെ നോക്കി മാഷി ചോദിച്ചു. അത് അവൾ നിന്ന് വിക്കി. അമ്മ പറഞ്ഞു കുറച്ച് കാന്താരി മുളക് പൊട്ടിച്ചുകൊണ്ട് വരാൻ. എന്നാ പോയിട്ട് വാ. മറ്റു 2 പേര് എഴുന്നേറ്റില്ലേ? ഇല്ലച്ചേ, മുന്നിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. എൻ്റെ ശിവനെ, പ്ലീസ് ഒരു ചുറ്റു വിളക്ക് തെളിയിക്കാം, കൂടെ ഒന്ന് നിൽക്ക്. നെഞ്ചത്ത് കൈവച്ച് മറഞ്ഞു നിന്നു. വരുണും നിതിനും കുളി കഴിഞ്ഞ് കിണറ്റിൻ കരയിൽ നിന്ന് തല തുവർത്തുന്നുണ്ട്. എടാ പ്രവി, മതിയടാ, വാ പോകാം. വാഷ്റൂമിന് നേർക്ക് നോക്കി വരുൺ ഉറക്കെ പറഞ്ഞു. ഹോ, നല്ല തണുപ്പ്, താങ്ങാൻ പറ്റുന്നില്ല. മാഷ് ഈ പ്രായത്തിൽ എങ്ങനെയാണോ എന്തോ വെളുപ്പിന് വന്ന് നനഞ്ഞത്. നിതിൻ തല തുവർത്തിക്കൊണ്ട് പറഞ്ഞു. എടാ വാടാ ചേക്ക, അച്ഛനും മരുമകനും തണുപ്പൊന്നും അറിയാനേ പറ്റുന്നില്ലേ എന്തോ. മരുമകൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാണല്ലേ മോനെ പ്രവീൺ. ഇന്നെല്ലാം തത്ത പറയും പോലെ പറയിപ്പിക്കും ഞാൻ. അവൾ പല്ലിറങ്ങി. ഞങ്ങൾ പോവാം. പോയിക്കോ, ഞാൻ ദേ ഇപ്പൊ വരാം. വരുണും നിതിനും തിരിഞ്ഞു നടന്നു. ഹാ ശിവനെ, എനിക്ക് വയ്യ. ഇന്നൊരു കലക്കും. അവൾ പതിയെ വാഷ്റൂമിന് മുന്നിൽ നിന്നു. നന്നായിട്ട് അടിച്ച് നനച്ച് കുളിക്കും മോനെ. ഡോറിലിട്ടിരുന്ന അവൻ്റെ ഡ്രസ്സുകൾ കയ്യിലേക്കെടുത്തു. ഹോയ് ചേട്ടാ, എങ്ങനെ, തണുപ്പുണ്ടോ? ചൂടുവെള്ളം വേണോ? ഉറക്കെ അവൾ ചോദിക്കുമ്പോൾ പ്രവീണൊന്ന് ഞെട്ടി. വേണിക്കുട്ടി ചുണ്ടുകൾ ചലിച്ചു. ഉള്ളം തണുത്ത് വിറച്ചു. വേണി എന്താ ഇവിടെ? ചേട്ടൻ കുളിച്ചു കഴിഞ്ഞോ? കുറേ നേരമായില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തിരക്കുവാ. അവൻ്റെ ഡ്രസ്സിൽ മുറുകെ പിടിച്ചു. ഏയ് കൃഷ്ണവേണി, എൻ്റെ ഡ്രസ്സ് നീ എടുത്തോ?
അവൾ ചിരിച്ചു. കൃഷ്ണവേണിയല്ല, വേണിക്കുട്ടി, അങ്ങനെയല്ലേ വിളിക്കാറ്? അവൾ പറഞ്ഞതും പ്രവീണിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈശ്വര, ഇതെങ്ങനെ അറിഞ്ഞു? നുണ പറയാനൊന്നും ശ്രമിക്കണ്ട. സത്യം സത്യം പോലെ പറഞ്ഞാൽ ഈ ഡ്രസ്സ് തിരികെ തരും. ഇല്ലേൽ ഇതും കൊണ്ടുപോകും. ആരേലും വരുന്നതുവരെ പൊന്നുമോൻ, കടുപ്പിച്ച് അവൾ പറയുമ്പോൾ അവൻ മൗനമായി. പറ, എന്നെ വിളിക്കുന്ന ആ ആൾ നിങ്ങളാണോ? ദേഷ്യത്തിൽ അവളുടെ സ്വരം ഉയർന്നു. കൈവിട്ടു പോയി. നോ പറയാനും പറ്റില്ല. അത് വേണി, അവനൊന്ന് വിക്കി. സോറിടാ, പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇന്ന് ഞാൻ എല്ലാം പറയാൻ വേണ്ടി. പറഞ്ഞു തീരും മുന്നേ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഡ്രസ്സ് ഡോറിലിട്ടു. വേണി പ്ലീസ് പെണ്ണെ, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്നും പോയേക്കണം. പിന്നെ ഇങ്ങോട്ടേക്ക് വരരുത്. വേണി, അവൻ്റെ ഉറക്കെയുള്ള വിളി. പാവം ചെക്കൻ പേടിച്ചു. ഞാൻ ആരാന്ന് പൊന്നുമോൻ അറിയില്ല. ചുണ്ടിലൂറി വന്ന ചിരിയോടെ അവൾ ഉമ്മറ പടികെട്ടുകൾ ഓടിക്കയറി. ഫ്ലവർ വേസ് നിലത്ത് വീണ് ഉടയുന്ന ശബ്ദം. അമല കിച്ചണിൽ നിന്നും ഓടി പുറത്തേക്ക് വന്നു. കാലൻ്റെ താണ്ഡവം തുടങ്ങി. ഇന്നിനി എന്താണാവോ? ആ വന്നോ? അറിഞ്ഞോ, നിന്റെ മോളെ ഞാനിന്ന് കണ്ടു. അടുത്ത മാസം ഡേറ്റാണത്രേ. ആ ദരിദ്രവാസിക്കൊപ്പം ചിരിച്ചും സംസാരിച്ചും പോവുക. ആ ചെക്കൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കാറിൽ മാത്രം യാത്ര ചെയ്തവൾ ഇന്ന് ഓട്ടോയിൽ. മുകുന്ദൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അമല പുച്ഛത്തോടെ ചിരിച്ചു. ഡാഡിയുടെ സ്നേഹത്തിൽ സത്യമില്ലാന്ന് മോൾക്ക് തോന്നിക്കാണും. അവളെ വെറുതെ വിട്ടേക്ക്. എവിടെയും പോയി സുഖമായി കുഞ്ഞുമായി ജീവിക്കട്ടെ. TV നിലത്ത് വീണുടഞ്ഞു. അമല ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു. അങ്ങനെ സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാല് കൊടുത്ത കൈക്ക് അവൾ കൊത്തുകയാണേൽ പിന്നെ ആ കുടുംബം കാണില്ല. തീർക്കും ഞാൻ. അലറും പോലുള്ള മുകുന്ദന്റെ സ്വരം. അമല പേടിയോടെ ചുവരിൽ ചാരി നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്റ്റെപ്പുകൾ കയറിയ മുകുന്ദൻ ഒന്ന് നിന്നു. മകൾക്ക് വേണ്ടി കരയുമ്പോൾ കുറച്ച് കണ്ണുനീര് മാറ്റിവെച്ചോ? അവർ സംശയത്തോടെ മുകുന്ദന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ആനന്ദേട്ടന് വേണ്ടി അവന്റെ സമയവും കുറിച്ചു വെച്ചിട്ടുണ്ട്. മുകുന്ദേട്ടാ അരുത്. അവൻ ഞാൻ അറിയാതെ ഓഫീസിൽ സ്റ്റാഫ്സിനെ സെലക്ട് ചെയ്യുക. നടത്തില്ല, നടക്കാൻ സമ്മതിക്കില്ല ഞാൻ. ചുവന്ന കലങ്ങിയ കണ്ണുകൾ സ്റ്റെയർ കമ്പിയിൽ പിടിച്ച് മുകുന്ദൻ സ്റ്റെപ്പുകൾ കയറുമ്പോൾ അമല പേടിയോടെ അടുക്കളയിലേക്ക് നടന്നു. കിച്ചൺ സ്ലാബിന് പുറത്തിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു. എത്രയും പെട്ടെന്ന് ഇത് ആദ്യമോനെ അറിയിക്കണം. ബോധമില്ലാത്തത് കൊണ്ടാ ഉള്ളിലിരുന്നത് എല്ലാം പുറത്തേക്ക് വന്നത്. ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. മറുവശത്ത് കോൾ അറ്റൻഡായി. മോനെ ആദി, പേടിയോടെ അമല വിളിച്ചു. എന്താ ആൻറ്റി? അത് മുകുന്ദൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു. എൻ്റെ ആൻറ്റി, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അഞ്ജലിക്കും കുടുംബത്തിനും പപ്പയ്ക്കും ആർക്കും ഒന്നും സംഭവിക്കില്ല. മോനെ വേവലാതിയോടെ വിളിച്ചു. ഒന്നും കാണാതെ ഞാനൊന്നും പറയില്ല. അപ്പോ എൻ്റെ കല്യാണം മാത്രം മുകുന്ദൻ അറിഞ്ഞിട്ടില്ല. ഇല്ല മോനെ, അത് ഭാഗ്യായി. ഇല്ലേൽ ഈ കാലൻ ആ കൊച്ചിനെ ഉപദ്രവിക്കും. ആദർശ് ഉറക്കെ ചിരിച്ചു. എൻ്റെ പെണ്ണിൻ്റെ മേലെ മുകുന്ദൻ്റെ കൈ പതിയുന്നതിന് മുന്നേ അയാളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അവിടെ ആൻറ്റിയുടെ മുഖം ഞാനങ്ങ് മറക്കും. കടുപ്പത്തിൽ പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്തു. ദൈവമേ, ആർക്കും ഒരാപത്തും വരുത്തരുത്. ഒരമ്മയുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന. അമ്മ, അഞ്ചു എവിടെ? റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ദീപു ചോദിച്ചു. ദേ അടുക്കളയിലുണ്ട്, ദോശ കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ ഒരു പ്രത്യേകതരം ദോശയാണത്രേ. ദീപു ചിരിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. അവൻ അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഈശ്വര, ആ അടുക്കളയിന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അച്ഛൻ നെഞ്ചത്ത് കൈവച്ചു. അവര് സന്തോഷമായി ജീവിക്കട്ടെ രാജേട്ടാ. മോൻ്റെ സന്തോഷം അതല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ സന്തോഷം സങ്കടമാകരുതേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. ആ മുകുന്ദൻ പതുങ്ങിയിരിക്കുക. ഏത് സമയത്താ ചാടി വീഴുന്നത് എന്ന് പറയാൻ പറ്റില്ല. അവൻ പുറത്തേക്ക് പോകുമ്പോഴേ എനിക്ക് നെഞ്ചിടിപ്പ് കൂടും. അച്ഛൻ്റെ സങ്കടം നിറഞ്ഞ സംസാരം. അഞ്ജു അരികിലായി നിന്ന് വിളിച്ചു. ദേ നോക്കിയേ ദീപു, ഇത് പൊടിഞ്ഞു പോകുന്നു. ആണോ? ഇപ്പം എന്താ എൻ്റെ പെണ്ണിന് വേണ്ടത്? എന്ത് കഴിക്കാനാ കൊതി? അത് പറ. ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അത് ഒരു മസാല ദോശ, സാമ്പാറും ചട്നിയും ഇവിടെ ഉണ്ട്. അത് മാത്രം മതിയോ? കവളിൽ പതിയെ തഴുകുമ്പോൾ ചിരിയോടെ തലകുലുക്കി. നല്ല സൂപ്പർ മസാല ദോശ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഏയ് വേണ്ട ദീപു,
അവൻ്റെ മുഖം വീർത്തു. എന്തുകൊണ്ട് വേണ്ട? അത് വേണ്ട, പോകണ്ട, അത്ര തന്നെ കടുപ്പത്തിൽ പറഞ്ഞ് തോളിലേക്ക് ചാരി നിന്നു. എന്നെ ഒറ്റയ്ക്കൊന്ന് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ ഈ വീട്ടിൽ തന്നെ അടച്ചിടാനാണോ അഞ്ജു നിന്റെ പ്ലാൻ? പേടിയാ. ഡാഡിയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഒരു പ്രാവശ്യം ഡാഡിക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ വാശി കൂടും. താങ്ങാൻ നമുക്ക് പറ്റില്ല ദീപു. വേദനയോടെ അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു. എനിക്ക് ഒന്നും പറ്റില്ലടി, നിന്റെ പ്രാർത്ഥന മതി. അതല്ല, ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛനെയും അമ്മയെയും നോക്കിക്കൊള്ളണം. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ദീപു, ഹൃദയത്തിൽ സൂചി കുത്തിയിറങ്ങുന്ന വേദനയോടെ അവൾ വിളിച്ചു. തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ, ഈ സ്നേഹം നഷ്ടമാകുന്ന സമയം ഞാൻ. വിങ്ങലോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ ആ നീർമുത്തിൽ ചുണ്ടുകൾ ചേർത്തു. കരയില്ലേ, ഒന്നുമില്ല. എനിക്ക് എൻ്റെ അഞ്ജുവിനും കുഞ്ഞിനുമൊപ്പം ജീവിക്കണം. ആ മോഹം ഉള്ളിടത്തോളം കാലം ഞാൻ തോറ്റു കൊടുക്കില്ല. ഡാഡിയെ പോയി കാണട്ടെ, കാല് പിടിച്ചു പറയാം. ഞാൻ പറഞ്ഞാൽ ഡാഡി കേൾക്കും. അത്രയ്ക്കിഷ്ട എന്നെ. വേണ്ട. ദീപുവിൻ്റെ കടുത്ത സ്വരം. അവൾ ദയനീയമായി നിന്നു. വേണ്ട മോളെ, അവിടെ നീ തോറ്റുപോകും. എനിക്ക് വേണ്ടി അയാളുടെ കാല് പിടിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവളെയും ചേർത്ത് പിടിച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദേ ഭാര്യ വരുന്നുണ്ട്, കണ്ണ് പൊത്തി പിടിച്ചോ. നമ്മുടെ മോന് ബെല്ലും ബ്രേക്കൊന്നുമില്ല. ദേ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അത് വേണ്ട ദീപു ഏട്ടാ. അവൻ്റെ രൂക്ഷമായ നോട്ടം. അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോനെ, എവിടെ പോവാം? അമ്മ ചോദിച്ചു. എൻ്റെ വാവയ്ക്ക് മസാല ദോശ തിന്നാൻ കൊതി, പോയി മേടിച്ചിട്ട് വരാം. ബൈക്കിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു. ദീപു, സൂക്ഷിച്ചു പോകണം. അച്ഛൻ്റെ കനത്ത സ്വരം. അവൻ തലകുലുക്കി. മസാല ദോശയും വാങ്ങി ഹോട്ടലിൽ നിന്നിറങ്ങി. ബൈക്കിനരികിലേക്ക് നടക്കുമ്പോൾ ഒരു കാറ് അരികിലായി ചേർത്ത് നിർത്തി. എന്താടാ, ഓക്കെ ആയോ? ആദർശ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഹാ, ഓക്കെ ആയി. നീ എന്താ ഇവിടെ? നാളെ കഴിഞ്ഞ് കല്യാണമല്ലേ? നക്ഷത്ര നാട്ടിൽ പോയി. എന്തേലും പാഴ്സൽ വാങ്ങാൻ വന്നതാ. ചിരിയോടെ സംസാരിച്ച ആദർശിൻ്റെ മുഖമൊന്ന് ഇരുണ്ടു. നീ ഒന്ന് സൂക്ഷിക്കണം. എൻ്റെ കല്യാണക്കാര്യം മുകുന്ദൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണം കഴിയുമ്പോൾ അയാൾ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. അഞ്ജലി, അവളെ ശ്രദ്ധിക്കണം. ദേഷ്യം വന്നാൽ മകളാണെന്ന് അയാൾ നോക്കില്ല. അഞ്ജുവിനും പേടിയുണ്ട്. അത് എന്നെ ഓർത്താ. ആദർശ് അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. നീയും സൂക്ഷിക്കണം. ഒരു ശ്രദ്ധ എപ്പോഴും വേണം. എന്തുണ്ടേലും എന്നെ വിളിക്കണം. താങ്ക്സ് ആദി. ഈ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആദർശ് ചിരിച്ചു. അഞ്ജലി, അവളെ എൻ്റെ വഴിയിൽ നിന്ന് മാറ്റി തന്നല്ലോ, അത് തന്നെ സന്തോഷം. ശരി, നീ പോയിക്കോ. ആദർശ് ഹോട്ടലിനകത്തേക്ക് കയറി. ദീപു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ പ്രവീണിൻ്റെ കണ്ണുകൾ അവൾക്കായൊന്ന് പരതി. ദൈവമേ, ഈ കൊച്ചിനി ഞാൻ പോകുന്നത് വരെ പുറത്തേക്ക് വരില്ലേ? മനസ്സിൽ പറയുമ്പോൾ അവളുടെ സംസാരം കേട്ടു. അവൻ ചിരിയോടെ വാതിൽ ഭാഗത്തേക്ക് നോക്കി. എനിക്ക് വിശപ്പില്ല നക്ഷത്ര. അത് പറ്റില്ല. എല്ലാവരും കഴിക്കുമ്പോൾ നിനക്ക് മാത്രം എന്താ 2 കൊമ്പുണ്ടോ? എല്ലാവർക്കും ഇലയിട്ട് ചോറും കറികളും പകർന്നുകൊണ്ട് അമ്മ ചോദിച്ചു. അവൾ അച്ഛനെ നോക്കി. എൻ്റെ മോള് കഴിച്ചിട്ട് ഒന്ന് കിടന്നോ, ആരും ശല്യം ചെയ്യില്ല. എന്തു പറ്റി മാഷേ? വേണിക്കെന്താ? നിതിൻ പ്രവീണിൻ്റെ മുഖത്തേക്ക് സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഇടയ്ക്കുള്ളതാ ഈ തലവേദന. ടാബ്ലറ്റ് ഉണ്ട്. എന്തേലും ടെൻഷൻ വരുമ്പോൾ വരാറുണ്ട്. ഈ കുഞ്ഞു തലയിൽ അതിനുവേണ്ടി എന്താ ടെൻഷൻ? വരുൺ ചിരിയോടെ ചോദിക്കുമ്പോൾ വേണി പ്രവീണിനെ രൂക്ഷമായി നോക്കി. അച്ഛനോട് പറയട്ടെ? അവന് ഓപ്പോസിറ്റായിരുന്നു പതിയെ ചോദിച്ചു. ചെക്കൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉമ്മറത്തിരുന്നു. അച്ഛേ, ഞാൻ പോവുക, വയ്യ, കിടക്കണം. അവളുടെ കണ്ണുകൾ പ്രവീണിനായി ഒന്ന് പരതി. ഇനി പേടിച്ചോടിയോ? ചിരിയോടെ തിരിഞ്ഞു നടന്നു. ഗോവണി കയറുമ്പോൾ മേലെ ചുവരിൽ ചാരി നിൽക്കുന്നവനെ കണ്ട് മുഖം വീർത്തു. മേടിച്ച് കൂട്ടാനായിട്ട് നിൽക്കുവാണ് പരട്ട. വേണി അവനെ ഒന്ന് നോക്കാതെ റൂമിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വിളിച്ചു. അവൾ നിന്നു. പ്ലീസ്, ഇഷ്ടം കൊണ്ട് വിളിച്ചതാ. ഒരിക്കലും മോശമായി സംസാരിച്ചില്ലല്ലോ ഞാൻ. ആദ്യം കണ്ടപ്പോൾ എന്തോ. അവൻ നെഞ്ചുഴിഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നിൽ നിന്നു. വേണിക്കുട്ടി, സോറിടാ, ഇനി ഫോൺ വിളിക്കില്ല. ഈ ശബ്ദം ഒന്ന് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ആദർശിൻ്റെ കാല് പിടിച്ചപ്പോഴാ അവൻ നമ്പർ തന്നത്. അത്രമാത്രം എനിക്കിഷ്ടം.
അവൻ അരികിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ലവ് യു. ചെവിക്കരികിൽ അവൻ്റെ പ്രണയം. അവൾ ദേഷ്യത്തോടെ തല വെട്ടിച്ചു. എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. ഇനി ഇതും പറഞ്ഞ് പിന്നാലെ വന്നാൽ ഞാൻ മാഷിനോട് പറയും. അവൻ വേദനയോടെ അവളെ നോക്കി. എന്താ വേണിക്കുട്ടി, ആലോചിച്ച് പതിയെ പറഞ്ഞാൽ മതി. എടുത്തടിച്ച പോലെ പറയല്ലേ പെണ്ണെ. ദയനീയമായ പ്രവീണിൻ്റെ സംസാരം. അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. വേണി റൂമിലേക്ക് കയറി ഡോർ അടഞ്ഞു. ഈശ്വര, ഇതെന്ത് സാധന! ഇത്രയും പാവമായ എൻ്റെ മുഖത്ത് നോക്കി എടുത്തടിച്ച പോലെ മറുപടിയും പറഞ്ഞു പോയി. മനസാക്ഷിയില്ലാത്ത പെണ്ണ്. അവൻ തിരിഞ്ഞു നടന്നു. വേണി പതിയെ ഡോറ് തുറന്നു. നീ എന്നെ വട്ടം ചുറ്റിക്കാൻ നോക്കിയതല്ലേ, കുറച്ച് കിടന്ന് കറങ്ങ്. പതിയെ ഡോറടച്ച് ചാരി നിന്നു. പ്രവീൺ, പ്രവിച്ചേട്ടൻ. ചുണ്ടുകൾ പ്രണയത്തോടെ മൊഴിഞ്ഞു.